അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കൊശങ്ങളിലും എല്ലാ പെശുകളിലും ഞടിഞ്ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കൾ ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ
അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവരെ ആശ്രയിക്കും. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങൾക്ക് പല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താമസിച്ചു പോകുന്ന കാരണം കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരും കുരുങ്ങിക്കിടക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന 2 മനുഷ്യരെ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വലിയ വ്യക്തികളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നാമാനുണ്ട്. നാമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർത്താവ് റെഫർ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. ഇപ്പോൾ ഇസ്രയേലുമായ യുദ്ധത്തിൽ ഈ രണശൂരനായ ഒരു മനുഷ്യൻ ഇസ്രയേലിനെ തോൽപ്പിച്ചു. പട്ടാളക്കാരെന്ത് ചെയ്ത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പിടിച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ പരിചാരികയായിട്ട് നിർത്തി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നാമാന് ഇത്രയും വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ച മനുഷ്യന് കുഷ്ഠരോഗം വന്നു. അപ്പോൾ ഇയാളെ ചുരുങ്ങി കഴിഞ്ഞപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഭയങ്കര സങ്കടമായി. ഈ രാജകൊട്ടാരത്തിൽ രാജാവിന് സങ്കടം, നാമാൻ്റെ വീട്ടിലും സങ്കടം. അപ്പോഴുണ്ട് ഈ പരിചാരികയായിട്ട് വന്ന ഇസ്രയേലിലെ പെൺകുട്ടി, അവള് അവിടെ ചെന്നിട്ട് അവരുടെ മതത്തിൽ ചേർന്നില്ല. അതാണ് രസം. ഇപ്പം ഇതിന് പൈസ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഗൾഫിലൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ അറബികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോകണില്ലേ. ഇവളങ്ങനെയല്ല. അവൾ എപ്പോഴും ഓർത്തേക്കാം നമ്മൾ. കാര്യം നമ്മുടെ സ്വത്തിനേക്കാൾ, മനുഷ്യൻ്റെ സ്വത്തിനേക്കാൾ ബൈബിൾ എന്താ പറയണത്? സ്വത്ത് ഒന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ല. കൊണ്ടുപോകണത് എന്താണ്? നീ വിശ്വസിച്ച ദൈവത്തിന് മാത്രമേ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് ഇവള് പറഞ്ഞു, യജമാനെ സുഖപ്പെടുത്താൻ വഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സമറിയായാലും ഒരു പ്രവാചകനുമുണ്ട്. നീ അവിടെ ചെന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു, യജമാനെ സുഖപ്പെടുമെന്ന് പറയും. അപ്പോൾ അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അത് വിശ്വസിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോട് യുദ്ധത്തിലിരിക്കുകയല്ലേ, യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തോറ്റിരിക്കുകയാണല്ല. അപ്പോൾ പിന്നെ അവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവർ പോവുക. പക്ഷെ നാമാന് തോന്നി എന്തോ കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. കാര്യം അത് പറഞ്ഞ പറച്ചിലാണ് നാമാൻ വീണിരിക്കണത്. അവളപ്പം നല്ല സ്ട്രോങ് ഫെയ്ത്തുള്ള ആളാണ്. വീട്ടുവേലക്കാരിയാണെന്നൊരു കാര്യമില്ല. അവർക്കൊക്കെ ഒരു പ്രേക്ഷിത ജോലി ഉണ്ട്. ഇക്കാലങ്ങളിൽ എന്തുമാത്രം മനുഷ്യരാണ് രാജ്യവ്യാപകമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ കെയർ സെൻറ്ററിൽ പോണത് ജോലി ചെയ്യാൻ. ഈ കെയർ സെൻറ്ററിൽ പോണവരൊക്കെ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നൽകിയ അവസരമാണത്. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു സുവിശേഷ മൂല്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണിത് പറയണത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമാൻ അങ്ങനെ രാജാവിൻ്റെ കത്തും വാങ്ങിച്ചു. അപ്പോൾ രാജാവ് ആ മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നു, കത്ത് കൊടുത്ത് വിട്ട്. ഇസ്രായേൽ രാജാവിന് മനസ്സിലായില്ലേ. അയാൾ പറഞ്ഞു, ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ, നാമാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെന്ത് എന്നോട് യുദ്ധത്തിന് വരികയാണോ? ഈ സൈന്യാധിപനാണല്ലോ കൊടുത്തിരിക്കണ കത്ത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴുത്തെ കയറാൻ വരികയാണെന്നാണ് വിചാരിച്ചത്. അയാൾ വസ്ത്രം വലിച്ചു കയറി ദേഷ്യം കൊണ്ട്. അപ്പോൾ എലീഷ കേട്ടിട്ട്, നീ എന്ത് വസ്ത്രം കയറി? രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ പത്തുകൾ അറിയാൻ പാടില്ലാതായി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്ത്, അവരുടെ വസ്ത്രം കീറണം അവർക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചെയ്ത്. എലീഷ പറഞ്ഞു, അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. വന്നപ്പോൾ എന്ത് പറഞ്ഞ് ജോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പറഞ്ഞു, എന്താ കാര്യം? ഇവിടെ ഫാർഫാറും ആബോനായും സിറിയയിലെ
ഇതെല്ലാം കണ്ണീര് പോലെ കിടക്കണ ജലമാണ്. അവിടെ കുളിക്കണ വരെ ഞാനും ജോർദാനിൽ പോയി കുളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അത് ഇത്തിരി കഠിനമുള്ള വെള്ളമാണ്, ഗാഢമായ വെള്ളമാണ്. വെള്ളക്കുറവുള്ള വെള്ളപ്പറ്റുള്ള കാരണം ഗാഢമായ വെള്ളമാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജോർദാനിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഴ്സ് കുറവായത് കാരണം. നാമാൻ പറഞ്ഞു, ഇതെന്താണ് മനുഷ്യനെ വിഡ്ഢിയാക്കണം, എനിക്ക് ഫാർ നദി നല്ലതല്ലേ, അല്ലെ അബോന അവിടെ പോയി കുളിച്ചാൽ മതിയല്ലേ. അപ്പോൾ കുതിരക്കാർ, അവിടെയും രസമുണ്ട്. ദൈവം കുതിരക്കാരുടെ സുവിശേഷമാണ് അവിടെ വിറ്റ്. ഒരു കുതിരക്കാർ ഇവനെ കൗൺസിൽ ചെയ്യും. നാമാന സൈന്യാധിപനാണെന്ന് പറഞ്ഞ കാര്യമില്ല. കർത്താവ് അവരെ കുതിരക്കാരെ വെച്ച് മറിക്കണം കണ്ടിട്ടില്ലേ? കുതിരക്കാരൻ പറയും, യജമാനെ ഇതിനൊക്കെ വലിയ കാര്യമാണ്, ഈ കാര്യത്തിന് ചെയ്യേണ്ടി വന്ന് അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ, ഇത് നിസ്സാര കാര്യമല്ലേ, ചെയ്താൽ പോരെ. അപ്പം അയാൾക്ക് ബോധം വന്ന ഇവരുടെ കൗൺസിലിങ്, കുതിരക്കാരുടെ കൗൺസിലിങ് ഭയങ്കര രസമാണ്. വെച്ചാൽ അവരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ പോയി കുളിച്ചു. അയാളുടെ കുഞ്ഞിൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ മാറിയത്. അപ്പം നമ്മളെന്ത് വിഷയം വെച്ചാൽ എല്ലായിടത്തും വളരെ അഗണ്യരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ദൈവവേല പറഞ്ഞിട്ടില്ലെന്നല്ല, നിങ്ങൾക്കാണ് കൂടി ദൈവവേല പറഞ്ഞിരിക്കണത്. ഏതവസ്ഥയിലായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. അത് സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതൊരു ബിഷപ്പിന് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇത് സാധാരണ മനുഷ്യരെ കൊണ്ടും ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തിരിക്കുന്നത് കാര്യം. ആ സ്ത്രീൻ്റെ പരിചാരികയും നാമാൻ്റെ പരിചാരികയും കുതിരക്കാരനുമാണ് കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഉപകരണമായത്. ദൈവവേദലെ നിന്റെ അവസ്ഥ ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും അതിനൊരു ദൈവദൗത്യം ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉണ്ടായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനും ഞങ്ങളെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശുഭ, ഇതെൻ്റെ ഹസ്ബൻഡ് മനു. കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ 2024 ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഒരു നടുവിൻ്റെ ഒരു പ്രശ്നം ആണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ആ പ്രശ്നം പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ വലതുവശത്തെ കൈക്ക് എനിക്ക് പെട്ടെന്നൊരു വേദന വരികയും കുറച്ച് നാൾ കൊണ്ട് എൻ്റെ കൈക്ക് വേദന വന്ന് എനിക്ക് പാത്രങ്ങളൊന്നും എടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീഴുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ അടുത്ത ഒരു മർമാണി വൈദ്യൻ്റെ അടുത്ത് പോവുകയും ആ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കിയതിന് ശേഷം പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കൈക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് മുടന്തിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നടുവിനാകെ പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തളർന്നു വീഴുന്ന അവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ക്ലിനിക്കിലോട്ട് വാ, അവിടെ വന്നിട്ട് നിങ്ങൾ ഇതിനെ തടവുകയും കിഴി ചെയ്യുകയും ചെയ്യുക, അല്ലാതെ ഇത് മാറത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് കൊണ്ടുവന്ന് തടവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തടവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്
പൂർണ്ണമായും ശരീരം തളരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഈശോയിൽ വിശ്വാസം വളരെ കുറവായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടെ ഇരിക്കാതെ മൊബൈൽ നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ വന്ന് അമ്മയെ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോഴും പുള്ളി അത് കേൾക്കത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മ ചെയ്ത ഒരവസ്ഥയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഹസ്ബൻഡ് പറയും. എൻ്റെ പേര് മനു, കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ നടുവേദന കാരണം എനിക്കൊരു ശകലം പോലും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലെ ആ നനവോടുകൂടി വന്ന് കട്ടിലേക്ക് കിടക്കണമെന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കത്തില്ല, ആ ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇപ്പോൾ ഈ പരുവത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂച്ചി തന്നായിരുന്നു. അത് തന്നതിന് ശേഷം എൻ്റെ രോഗത്തിന് ശമനമുണ്ടായി. ഇപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് സൈത്ത് പൂശുന്ന സമയത്ത് അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എൻ്റെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. 10 വർഷങ്ങളിൽ കൂടുതലായി യൂറിക് ആസിഡിൻ്റെ വേദന അനുഭവിച്ച് നടന്നതാണ്. 10-20 വർഷം കൊണ്ട് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മാറ്റി തന്നു. തിരുവമ്മാനും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ. അടുത്തതായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി ബാങ്കിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊണ്ടു കൊടുക്കുകയും ബാങ്കുകാർ അത് നോക്കി ഇപ്പോൾ ഉടനെ കിട്ടത്തില്ല എന്ന് പറയുന്ന ഇടത്ത് ഞങ്ങൾ ചെന്ന് അമ്മയുടെ കാശുരൂപം കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അവിടെ ചെന്നതിന് ശേഷം 4 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവിടെ ലോൺ സെക്ഷനിലോട്ട് ഇരിക്കുന്നത്. അങ്ങനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കൂട്ടുകാരിയുടെ രൂപത്തിലാണ് അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായത്. അമ്മ ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട്, ഏതാണ്ട് 3 മാസം വരെ സാധിക്കാത്ത കാര്യം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു. അങ്ങനെ അവിടെയും ഞങ്ങൾക്ക് ദൈവിക ഇടപെടൽ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, അവിടെ അനുഭവം ഞങ്ങൾക്കുണ്ടായി. അടുത്തതായിട്ട് പിന്നെ എനിക്ക് പീരീഡ്സ് കറക്റ്റായി വരത്തില്ലായിരുന്നു. ഇറഗുലറായിട്ടായിരുന്നു എൻ്റെ പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ എനിക്ക് 4 മാസം 5 മാസം വരെയും പീരീഡ്സ് ഇല്ലാതിരുന്നിട്ട് എനിക്ക് പിന്നീട് വന്നു കഴിയുമ്പോൾ 6 മാസം വരെയും എനിക്ക് നിൽക്കാത്ത ഒരവസ്ഥയാണ് പിന്നെ വരുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുകയും എന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവായി. അമ്മ അവിടെ അമ്മയുടെ ഇടപെടൽ എനിക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഒരു രോഗസൗഖ്യം അമ്മ തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 15 വർഷം കൊണ്ട് അലർജി രോഗമുണ്ടായിരുന്നു. അലർജി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മലും മൂക്കടച്ച് ഉറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. 15 വർഷം കൊണ്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞാൻ നിയോഗം എഴുതി വെക്കുകയും അതിനുശേഷം അമ്മ അതിലിടപെട്ടതിന് ശേഷം ഞങ്ങൾക്കത് പൂർണ്ണമായി ആ രോഗസൗഖ്യവും അമ്മ തന്നു. പിന്നീട് യൂറിക് ആസിഡ് 10 വർഷം കൊണ്ട് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്ന് കാലുവേദന കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയിലോട്ടെത്തുകയും ഉറക്കമില്ലാതെ പല ദിവസങ്ങളിലും ഉറക്കമില്ലാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോഴും ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിയോഗം എഴുതി വെക്കുകയും വിശുദ്ധ തൈലം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ആ ഒരു അസുഖം വന്നിട്ടില്ല. അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾക്കതും മാറിക്കിട്ടി. അതിനും ഈശോയോടും അമ്മയോടും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ശരീരത്ത് വെയിൽ കൊള്ളുന്ന സമയത്ത് എൻ്റെ കൈക്കും മുഖത്തുമെല്ലാം പാടുകൾ വരികയും
പിന്നെ വട്ടത്തിൽ ഉള്ള പാട് വന്ന് എനിക്ക് ചൊറിച്ചിൽ കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ വിളക്കിൻ്റെ പിന്നെ മുമ്പിൽ വന്നിട്ട് അവിടെ വന്ന് ആ തൈലം എടുത്ത് ഞാൻ ഇവിടെ പല പ്രാവശ്യവും വരുന്ന സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ദേഹത്തെല്ലാം പുരട്ടി ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ യാതൊരു പാടുകളും ഇല്ലാതെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനും എൻ്റെ ഈശോയോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരു വിദേശയാത്രയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലെ ഞാൻ 25 കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് ഞങ്ങൾ 2 പേരും കൂടെ അത് ചെയ്ത് അതും കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ പത്രം എല്ലാവർക്കും ഞാൻ പത്രം കൊണ്ടു കൊടുക്കും. വിശുദ്ധ തൈലം പൂശി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും പത്രം കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളും അതുപോലെ തന്നെ ഇങ്ങോട്ടാരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് മറുപടി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലെല്ലാം എനിക്ക് മാറ്റം കിട്ടി. ഞാനിപ്പം ചെറിയ കാര്യങ്ങൾ പോലും വന്നു കഴിയുമ്പോൾ എനിക്ക് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം അതിലെല്ലാം എനിക്ക് മാറ്റം വന്ന് ആകെ അമ്മയുടെ അടുത്ത് മാത്രമേ ഞാനിപ്പം കരയാറുള്ളൂ. അമ്മയുടെ പ്രാർത്ഥനകളിൽ മാത്രം പോകുന്ന സമയത്ത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും എനിക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഒരു ദിവസം ഞാൻ കേൾക്കാതെ ഒരു ദിവസവും എനിക്ക് തുടങ്ങത്തില്ല. പിന്നീട് വൈകിട്ട് അതുപോലെ തന്നെ ജപമാല ചെല്ലുന്നത് 2 പേരും കൂടി ഇരുന്നാണ് ഞങ്ങൾ ജപമാല ചെല്ലുന്നത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതിലെല്ലാം എനിക്ക് ഒരുപാട് നന്ദി ഈശോയോടും അമ്മയോടും പറയാനുണ്ട്. കാരണം എൻ്റെ ജീവിതം ഇത്രയും ഏറെ മാറ്റി തന്നതിന് അമ്മയോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു യാത്രയിൽ എനിക്കൊരു സാന്നിധ്യമുണ്ടായി. ഞാൻ 2018 ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ദിവസം എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം കിട്ടി. ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അതിൻ്റെ പേരിൽ എന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് വിസ അയച്ചു തരികയും എനിക്ക് ഡിസംബർ 25-ാം തീയതി പോകാനുള്ള അനുഭവം ഉണ്ടായി. അങ്ങനെ വൈകുന്നേരം രാത്രി 2 മണിക്കാണ് ഞാൻ യാത്ര തിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ രക്ഷകർത്താക്കൾ കൊണ്ടാക്കിയിട്ട് അവർ പോരുകയും ഞാനകത്ത് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അവർ ചോദിക്കുന്നു വിദേശയാത്രയ്ക്ക് പോകുന്നതിന് നമുക്ക് വിസിറ്റിംഗ് വിസ ആയത് കാരണം റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് പറയുന്നു. അപ്പം എനിക്ക് റിട്ടേൺ ടിക്കറ്റ് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടില്ല, അവരെടുത്ത് തന്നതുമില്ല. അങ്ങനെ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ ഞാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറയുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് തലേ ദിവസം രാത്രി ഞാൻ മേശപ്പുറത്ത് വെച്ചേക്കുന്നു. പക്ഷേ അതും ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ എൻ്റെ കയ്യിൽ യാതൊരു ഡീറ്റെയിൽസും എൻ്റെ കയ്യിലില്ല. അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും അവരെൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ് ഹസ്ബൻഡിനെ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ട് തരാൻ പറയുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തരുന്നു. അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ അടുത്ത സെക്ഷനിലോട്ട് വിട്ടു, എമിഗ്രേഷനിലോട്ട് വിട്ടു. അപ്പോൾ എമിഗ്രേഷനിൽ ചെന്നപ്പം വീണ്ടും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എന്നെ കയറ്റി വിടുന്നില്ല. അദ്ദേഹം വീണ്ടും പറയുന്നു നിങ്ങൾ എവിടത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ജോലിക്ക് പോവുമായിരിക്കും, നിങ്ങളല്ലാതെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കൊന്നും പോവുകയെന്ന് കള്ളം പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ അവിടെ നിന്ന് അപ്പോൾ എൻ്റെ ഒരു ശീലം എന്ന് പറയുന്ന കുഞ്ഞുനാൾ മുതലേ ഈശോയെ എനിക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പം ഈ ക്രിസ്മസ് ദിവസം ഞാൻ രാവിലെ ചെന്ന് ഈശോയുടെ പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ രാത്രിയിൽ അടുത്തൊരു മാതാവിൻ്റെ ഒരു കുരിശടിയിൽ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ എന്തിനാ ഇങ്ങനെ നടുക്കുകൊണ്ടുവന്ന് ആകെ അവസ്ഥയിലാക്കിയല്ലോ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ നിന്ന് കരയുക. അപ്പോഴാണെങ്കിൽ ഒരു ഈശോയുടെ സാന്നിധ്യം എനിക്ക് അവിടെ മനസ്സിലായി. കാരണം വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കളറ്, ഒരു ഡ്രസ്സ് വിട്ട് നമ്മുടെ ഈശോയുടെ അതേ രൂപമുള്ള ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. എന്നെ കണ്ട ഉടനെ, എയർപോർട്ടിൽ എന്നെ അറിയുന്നവരാരുമില്ല, എന്നെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന, എന്നെ അങ്ങനെ വിളിക്കണമെങ്കിൽ എനിക്ക് ആരും അറിയത്തില്ല, അവിടെ ആരും അറിയുന്നവരാരുമില്ല. അപ്പം പറയുന്നു, അടുത്ത ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത്, എന്താ സാറേ? അന്നേരം പറയുന്നത്, വേണ്ട റിട്ടേൺ ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കുക, അതിന് പോകാൻ പറ്റത്തില്ല. അന്നേരം എന്നെ നോക്കിയിട്ട് ഈ ഈശോയുടെ രൂപത്തിലുള്ള അദ്ദേഹം വന്ന് എന്നോട് പറയുക, സാറേ അവളെ വിട്ടേക്ക്, അവൾക്ക് ഇന്ന് ക്രിസ്മസ് അല്ലേ, നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തയാന്ന് അവൾ കരുതട്ടെ, ഇന്ന് അവളെ വിട്ടേക്കെന്ന് പറയുന്നു. എനിക്ക് എന്ത് വേണമെന്നറിയാൻ വയ്യ, ഞാൻ കരയണോ എന്ത് വേണമെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ എന്നെ അവിടുന്ന് അവർ വീണ്ടും എൻട്രി അടിച്ച് എന്നെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെയും എൻ്റെ ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പിന്നീടും എനിക്ക് ഭയപ്പാടുണ്ടായി. കാരണം എന്ന് പറയുന്നത്, ഇനി അടുത്ത വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല, അവർ വല്ലതും ചോദിച്ചാൽ എനിക്ക് തിരിച്ച് പറയാൻ പോലും അറിയില്ല. ഞാൻ അങ്ങനെ ചെന്നപ്പോൾ അടുത്ത ഒരു സീറ്റിലിരിക്കുന്ന ഒരമ്മ ഇരുന്ന് ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ചെന്ന് അന്നേരം അമ്മയുടെ അടുത്തൊരു സീറ്റ് കണ്ടു. ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മ ആദ്യമായിട്ടാണോ അമ്മ പോകുന്നത്? അല്ല മോളെ, എൻ്റെ മോൻ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട്, മോൾ ആദ്യമായിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുന്നു. ഞാനങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേ ആന്ന്. അവിടെ ചെല്ലുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുമോ? അന്നേരം പറഞ്ഞു, ഇല്ല മോളെ, അവിടെ ചെല്ലുമ്പോൾ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല, മോൾ ആദ്യമായിട്ടാണ് വരുന്നത്, കുഴപ്പമില്ല, എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പറയുന്നു. അങ്ങനെ ആ അമ്മ എന്നെയും കൂട്ടി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സീറ്റ് എന്നെ ആ അമ്മയുടെ അടുത്തിരിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരാളിൻ്റെ അദ്ദേഹത്തിനോട് പറയുന്നു, ഒന്ന് മാറിയിരുന്ന് കൊടുക്കുമോ, ഈ കുട്ടിയും കൂടെ എൻ്റെ അടുത്തോട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ആ സീറ്റ് അമ്മ ഒഴിഞ്ഞ് എനിക്കും കൂടി അവിടെ തരികയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത മസ്കറ്റിലോട്ടാണ് പോകുന്നത്. മസ്കറ്റിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ലഗേജ് വരുന്നിടം വരെ അമ്മ എൻ്റെ കൂടെ നിന്ന് ചെന്നിറങ്ങി ലഗേജും കൊണ്ട് ചെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കിയിട്ടാണ് ആ അമ്മ മാറിപ്പോകുന്നത്. ആ അമ്മയുടെ മകൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ആ അമ്മ പോവുകയും ചെയ്തു. പക്ഷേ മകനെ ഒന്നും ഞാൻ കാണാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അമ്മ പോവുകയും ചെയ്തു. അവിടെ എനിക്ക് എൻ്റെ മാതാവാണ് അവിടെ ഇടപെട്ടതെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടു. അതിനും എൻ്റെ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, മെഴുകുതിരിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അമ്മ. അമ്മയുടെ രൂപവും ഈശോയും കുഞ്ഞ് ഈശോയായിട്ടുള്ള രൂപവും, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെതും പൂവിൻ്റെതും റോസാപ്പൂവിൻ്റെത്, അങ്ങനെ ഒരുപാട് എനിക്ക് എൻ്റെ മെഴുകുതിരിക്കകത്ത അനുഭവങ്ങൾ അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പം എനിക്ക് മാത്രം അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ആ 11-ാം നമ്പറിലെ മുമ്പിലത്തെ ആ അമ്മയോട് ഞാൻ ചെന്ന് പറയും, അമ്മ എനിക്ക് മാത്രം ഈ സുഗന്ധാഭിഷേകം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു 2 സെക്കൻഡ് കൊണ്ട് എനിക്ക് ആ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വന്നോ? അന്നേരം പറഞ്ഞ്, ഞങ്ങൾക്കും കിട്ടി മോളെ എന്ന് പറഞ്ഞ്. അപ്പോഴേ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി, അടുത്ത് നിന്ന ഹസ്ബൻഡിന് കിട്ടിയില്ല. അപ്പം എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് എനിക്ക് അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പം 5ാമത്തെ ഉടമ്പടി പുതുക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 5ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിനകത്ത് എനിക്ക് 4 ഉടമ്പടിക്കകത്തും എനിക്ക് ഇവിടെ വന്ന സമയത്ത് ആദ്യം 1ാമത്തെ ഉടമ്പടി മുതൽ എനിക്ക് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് കിട്ടുന്നത് മെഴുകുതിരി, അമ്മയെ ആനയിച്ചുകൊണ്ട് പോകുന്ന ആ മെഴുകുതിരിയാണ് കിട്ടുന്നത്. 2ാം പ്രാവശ്യം ഞാൻ ഈ 13-ാം നമ്പറിൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇന്നെങ്കിലും എൻ്റെ കൂടെ അമ്മ വരണേന്ന് പറഞ്ഞ്. അമ്മ ആ ദിവസം എൻ്റെ കൂടെ അമ്മ എനിക്ക് കിട്ടി അമ്മയെ.
അത് കഴിഞ്ഞ് 3-ാം ട്രിപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നമ്മ എൻ്റെ കൂടെ വന്നില്ലേലും പ്രശ്നമില്ല, കാരണം എല്ലാവർക്കും കിട്ടണമല്ലോ, അതുകൊണ്ട് ഇന്നമ്മ എൻ്റെ കൂടെ വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോഴേ എനിക്ക് മുത്തിക്കുട പോകാനായിട്ട് എനിക്ക് കിട്ടി. വീണ്ടും 4-ാം ട്രിപ്പിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് അപ്പോഴും എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ 4 പുതുക്കിനും എൻ്റെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് അമ്മയെ എടുക്കുവാനും അതുപോലെ തന്നെ അമ്മയുടെ മുത്തിക്കുട എടുക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയോടും അമ്മയോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അങ്ങനെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോമോൾ ബോസ്. ഞാൻ പൂഞ്ഞാർ മണിയങ്കുന്ന് ഇടവക ദേവാലയത്തിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് ബോസ്, മക്കൾ ജോബിൻ ബോസ്, ജോയൽ ബോസ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് മാസം 22-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ പാലായിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ കൃപാസനം എന്നൊരു പള്ളിയിൽ പോയിരുന്നു മോളെ, അവിടെ കൃപാസനം അമ്മ എന്ന അമ്മയുണ്ട്, മോളവിടെ പോയാൽ മോൾക്ക് മോളുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കും, അവരമ്മയുണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു കൃപാസന അമ്മയെ കാണണം, ഇവിടെ വരണമെന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്കൊരു വഴി ഉണ്ടായിരുന്നില്ല. 10 വർഷമായി ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്കൊരു വഴിയില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിലൊക്കെ പിള്ളേരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കവിടെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു വഴി ലഭിക്കണമേ ഈ അമ്മേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു ചേട്ടൻ, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, വഴി തരാം, 5 ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത്, അതിൽ കുറച്ച് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ ഞങ്ങൾക്കൊരു വഴി തരണമേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് ഉടമ്പടിത്താലും നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2ാമത്തെ തവണ ആ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 3.25 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വഴി നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു, ഇനി തരികയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് വഴി ലഭിക്കുകയും ചെയ്തു. എൻ്റെ 2ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ഭവനമുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 4 വർഷമായിട്ട് ഞങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തെ ജവമാല റാലിയിൽ ഇവിടെ വന്ന് പങ്കെടുത്തു പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ ഞങ്ങൾക്കൊരു ഭവനം തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മേ മാതാവ്, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മേ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ മാതാവേ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനുള്ള വഴിയാണ് അമ്മ കാണിച്ചു തരണമേ എന്ന് ഞാൻ കരഞ്ഞിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ആ ചേട്ടൻ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, 9.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാനൊരു 630 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മേ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വീട് പണി കഴിക്കാൻ അമ്മേ മാതാവ് സഹായിച്ചു. ഫെബ്രുവരി 14-ാം തീയതി വീടിൻ്റെ കയർത്താമസം കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഒരു തടിയുടെ ഏരമ്പെട്ട് പണിക്കാരനാണ്. എല്ലാ ദിവസവും പണിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി വിടുമായിരുന്നു. ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ അന്ന് ഞാൻ തൈലം പുരട്ടി കുരിശ് വരച്ചു വിട്ടു. അന്ന് തടി വെട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ വടം തെറ്റിപ്പോയി മരത്തിൽ നിന്ന്. അങ്ങനെ വടം തെറ്റിപ്പോവുകയും 35 അടി മുകളിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്തു.
അപ്പോഴൊന്നും എന്നെ അറിയിച്ചില്ല. ഹോസ്പിറ്റലിൽ മാസ്ലീവായി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എക്സ്റേ എടുത്തു. അപ്പോൾ ഞരമ്പ് വലിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. അപ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ മരത്തിൽ നിന്ന് താഴെ പോയി എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അമ്മേ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്ന് എന്നെയും മക്കളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പോകുന്ന വഴിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അമ്മേ മാതാവേ എൻ്റെ ഹസ്ബൻഡ് ഒന്നും വരത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ കൈക്ക് ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ യാതൊരു കുഴപ്പവുമില്ലാതെ മാതാവ് ഉടമ്പടി തൈലം വഴി ഞങ്ങളെ രക്ഷിച്ചതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെയും ഞാൻ കൃപാസന പത്രം വാങ്ങിക്കൊണ്ട് പോയി ഞാൻ ബസ് സ്റ്റാൻഡുകളിലൂടെയും റോഡുകളിലൂടെ എല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓഫനേജറി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും എല്ലാവർക്കും. പാവങ്ങളെ ഞാൻ എല്ലാ വിധത്തിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. എൻ്റെ ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത് ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, അരമണിക്കൂർ കൊന്ത ചൊല്ലി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെയും ഞാൻ വിശുദ്ധ കുർബാന പോകാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞ് ഈശോയും അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചതിന് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ എന്നെ അനുവദിക്കണമേ. അമ്മ മാതാവേ ഈശോയും എന്നെ സഹായിക്കണമേ എന്ന് ദൈവമാതാവിനും 1000 നന്ദി. സഞ്ചാര മാതാവ് എനിക്ക് നൽകിയ അനുഭവ സാക്ഷ്യം ഇവിടെ സഞ്ചാര മാതാവിൻ്റെ മുമ്പാകെ കൃപാസനത്തിൽ വന്ന് പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 ഞാൻ നന്ദി പറയാണ്. എൻ്റെ പേര് ലിറ്റി CJ. ഇതെൻ്റെ മകൻ ഫിഡൽ, മകൾ ലിയാൻഡ്ര. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് 3 പറയുന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മയിൽ വഴിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 27 ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങാനായി ഞാൻ ആലോചിച്ചു. മാതാവിനോടും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. അങ്ങനെ അതിനുവേണ്ടി PMEGP എന്ന് പറയുന്ന ഒരു ലോൺ, അത് ഗവൺമെൻറ് സർക്കാർ നമുക്ക് ഒരു ആദ്യമായി തൊഴിൽ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോണാണ്. അത് ഓരോ ബ്ലോക്കിലും വാർഡിലും പെട്ടവർക്ക് അതാത് ബ്ലോക്കുകാർക്ക് വാർഡുകാർക്ക് ഓരോ ബാങ്കിനെ ഓൾറെഡി ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്കിലേക്ക് ഞാൻ അപേക്ഷിക്കുകയും എനിക്കതിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ആവുകയും PMEGP ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ PMEGPയുടെ ലോൺ എടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ മെഷീനറീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തു, അതിൻ്റെ ഗഡുക്കൾ കൃത്യമായി എനിക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള മെഷീനറീസിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്നോട് പറഞ്ഞത് ആദ്യം കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരാനാണ്. ഞാനങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റായി ഞാൻ ബാങ്കിൽ സമീപിച്ചപ്പോൾ അപേക്ഷ വെച്ചു മെഷീനറീസിന് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപേക്ഷ വെച്ചിട്ടും എനിക്ക് അതിനൊരു മറുപടി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നീട് ബാങ്കിൽ സമീപിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവധി, അതായത് 12 മാസ കാലയളവിനുള്ളിൽ മെഷീനറീസ് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യുമെന്നും നമുക്കത് ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്നാണ് ബാങ്ക് പറഞ്ഞത്. ഞാൻ പലതവണ അപേക്ഷ വെച്ചു. കാരണം ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു തവണ പോലും ഈ 12 മാസ കാലാവധിയെപ്പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് റെസ്പോണ്ടൊന്നും കാണാത്തതിനാൽ അവരുടെ ഹെഡ് ഓഫീസായ റീജിയണൽ ഓഫീസിൽ പോയി വിവരം പറയാൻ പറഞ്ഞു. റീജിയണൽ ഓഫീസിൽ പോയി അവിടെ പോയി ഞാൻ അപേക്ഷ വെച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര തവണ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരുന്നു, പക്ഷേ ഈ മെഷീനറീസിൻ്റെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല, എനിക്കിതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് എനിക്കൊന്ന് ഇളവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ PMEGP ലോൺ എടുത്തിരുന്ന വേറൊരു വ്യക്തി
ആൾ 2 കോടിയോളം ലോൺ എടുത്തിട്ട് ആദ്യത്തെ ഗഡുവിൽ 1 കോടിയോളം എടുത്ത് ബാക്കിയുള്ളത് ടൈമിനുള്ളിൽ എടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ആ ലോൺ എമൗണ്ട് കിട്ടാതെ വരികയും ആ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ഒരു ഫലം, ഒരു ലക്ഷ്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഈ ഓട്ടത്തിനിടയിൽ, പാച്ചിലിനിടയിൽ 2023 സെപ്റ്റംബർ 27 ഞാൻ ചേർന്ന ഉടമ്പടി 4 തവണ പുതുക്കിയിട്ട് 5-ാം തവണ പുതുക്കേണ്ടിയിരുന്നത് ഡിസംബർ 2025 ഫെബ്രുവരി ആയിരുന്നിട്ടും ഞാനത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എത്ര ഓടിയാലും എത്ര വലിയ ഉദ്യോഗസ്ഥരെ കണ്ടാലും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കാണ്ട് എനിക്കിതൊരിക്കലും നടപ്പാവില്ല എന്ന് മനസ്സിലായി. ഞാൻ ഈ മാസം 22-ാം തീയതി ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് 5-ാമതും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ശേഷം ഞാൻ 23-ാം തീയതി ഏത് ഓഫീസുകളാണോ എന്നോട് പറഞ്ഞത് ഇതൊരിക്കലും നടക്കില്ല, റിജക്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞത്, അതേ ഓഫീസുകളിലേക്ക് ഈ പറഞ്ഞ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് വന്ന ശേഷം ഇവിടുന്ന് ഉപ്പും തൈലവുമായി ഞാൻ അതേ ഓഫീസുകളിലേക്ക് ചെന്നു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറി, ഞാൻ തൈലം കുരിശ് ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഞാൻ പിന്നീടും അപേക്ഷ വെച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ബ്രാഞ്ചിൽ കൂടി സംസാരിക്കട്ടെ, ഡിസ്കഷൻ ചെയ്യട്ടെ. എന്നിട്ട് അവർ പെട്ടെന്നാണ് തീരുമാനമാവുന്നത്. 6 ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രാഞ്ചിലേക്ക് പോയി സംസാരിച്ചു. അവർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്നാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. പക്ഷേ ലാസ്റ്റ് ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ 2 ഓഫീസേഴ്സ് തമ്മിൽ അത് സാങ്ഷൻ ആവാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെയും മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ എത്ര ഓടിയാലും എന്നെക്കൊണ്ട് എത്ര ചെയ്താലും എൻ്റെ മാതാവ് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ മതി എനിക്കത് നേടിത്തരാൻ. ഞാൻ എനിക്കിത് സാങ്ഷനായി കിട്ടുന്നുവോ പിറ്റേ ദിവസം അടുത്ത ദിവസം ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പാകെ ഈ സാക്ഷ്യം ഞാൻ പറയാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു മാതാവിന്. ഞാൻ 27-ാം തീയതി ഇന്നലെ 3-ാമതും റീജിയണൽ ഓഫീസിൽ പോയി ഞാൻ പിന്നെ അപേക്ഷിച്ചു. അവർ അന്ന് തന്നെ മാതാവ് എനിക്കിതെല്ലാം നടപ്പാക്കി തന്നു. 27-ാം തീയതി എന്നൊരു ദിവസം ഈ മെയിലുകൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊടകരയിൽ നിന്ന് എറണാകുളം നിന്ന് ചെന്നൈയിൽ നിന്ന് എറണാകുളം, എറണാകുളം ടു കൊടകര, ഓരോ ബ്രാഞ്ചുകളിലേക്കും നിമിഷ നേരം കൊണ്ടാണ് ഓടി ഓരോ മെയിലുകൾ ചെന്നതും അതിൻ്റെ ഫലം കണ്ടതും. ആ ഒരു എമൗണ്ട് 9,40,455 രൂപ, ബാക്കിയുള്ള ഗഡുക്കുണ്ടായിരുന്ന എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചത് റിലീസ് ചെയ്ത് തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചത്. റീജിയണൽ ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസുകളിലും കയറുന്ന സ്ഥലത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിപ്പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ഓഫീസുകളിലും, ഏതെല്ലാം ഓഫീസുകളിലും ഞാൻ കയറിയോ ആ എല്ലാ ഓഫീസുകളുടെയും വാതിലുകളിൽ ആരും കാണാതെ, എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ എനിക്ക് വലുത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് വലുത് എൻ്റെ വിശ്വാസമാണ്. ഞാനത് ആരും കാണാതെ, ക്യാമറകളിൽ പതിയാതെ, ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ കുപ്പിയെടുത്ത് കയ്യിൽ തൈലമെടുത്ത് ഞാൻ കുരിശ് ഓരോ ഓഫീസ് റൂമിൻ്റെ വാതിലുകളിൽ ഓരോ ഓഫീസർമാരെ കാണാൻ പോകുമ്പോഴും ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. അതുപോലെ ഞാൻ ആ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നുള്ളുപ്പ് എൻ്റെ വായയിലും അതുപോലെ തൈലം എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ഉപ്പെടുത്തതിന് ശേഷം ഞാൻ ഓഫീസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സ്ഥാപനം പണി കഴിഞ്ഞ് മെഷീനറീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലും എല്ലാവരുടെയും ഞാൻ തൈലം പൂശിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ വേറെ എൻ്റെ മകൻ ഫിഡൽ ജോസ് ഫെബിൻ, മകൻ മാഴ്സ് കമ്പനിയുടെ ഇൻ്റർനാഷണൽ സ്പെല്ലിംഗ് ബേയിൽ മത്സരിക്കുകയും സ്റ്റേറ്റ് ലെവലെല്ലാം മത്സരിച്ച് നാഷണൽ ലെവൽ വരെ മത്സരിക്കാനിടയായി. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ഈ കാലഘട്ടങ്ങളിലുണ്ടായാലും അതിനെല്ലാം എന്തെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എത്ര തകർച്ചകളിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന വചനമാണ്. എന്നെ ശക്തനാക്കാൻ എൻ്റെ ഈശോയ്ക്ക് ലിറ്റിയെ ശക്തനാക്കാൻ പറയാനായിട്ട് ഒരു അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാവില്ല. എൻ്റെ കൂടെ എപ്പോഴും മാതാവും ഉണ്ണീശോയും ഉണ്ടാവുന്ന പൂർണ്ണ ബോധ്യം എന്നിലുണ്ട്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം എന്നെ കൊണ്ടാവുന്ന വിധം പാവപ്പെട്ടവരെ കാണുമ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആവുന്ന വിധം എൻ്റെ കയ്യിലുള്ളൊരു തുക ഉള്ളത് എന്താണോ അത് അവർക്ക് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. ഇവിടുന്ന് 22-ാം തീയതി 5-ാമതായിട്ട്
ഞാൻ പുതുക്കി പോയപ്പോഴും ഉടുമ്പി പുതുക്കി പോയപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് ആദ്യം സാക്ഷ്യം നിറവേറട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ചിന്തിച്ചു, എനിക്കിത് എന്തായാലും എൻ്റെ അമ്മ നടത്തി തരും, പിന്നെ ഞാൻ എന്തിനാ മാതാവിനെ വെല്ലുവിളിക്കുന്നത്, എനിക്ക് എന്തായാലും അത് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൃപാസന പത്രം ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്ത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സില്ലിയായി വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നു മുതൽ ഞാൻ ഉടമ്പടി എടുത്തുവോ, എന്നു മുതൽ മാതാവിനെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയോ, അന്നു മുതൽ ജീവിതത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളും എല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉണ്ണീശോ എൻ്റെ കൂടെയുണ്ട്, എല്ലാം എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ എല്ലാ ചെറിയ ചെറിയ സങ്കടങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ജീവിതത്തിലെ നന്മകളെ കണ്ടുപിടിച്ച് അതിലൂടെ ജീവിക്കാൻ എന്നെ മാതാവ് പ്രാപ്തിയാക്കി. ഇത്രയും ഈ ഒരു അവസരത്തിൽ എനിക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ്, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ആ ഒരു സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ മരണം വരെ എൻ്റെ ഈശോയിലും എൻ്റെ മാതാവിലും എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. മാതാവിലും ഉണ്ണീശോയിലും ജീവിതകാലം മുഴുവൻ മരണം വരെ ഉറച്ചു യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ വരുന്നത് പരിശുദ്ധ അമ്മയ്ക്കും നന്ദി സ്തുതിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് ബിന്ദു. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം, എൻ്റെ ചേച്ചി ഒരു പത്രം കൊണ്ടുവരികയും ഞാനത് വായിക്കുകയും ചെയ്തു. ഞാൻ വായിക്കുകയും ചെയ്തു. പക്ഷേ അത് ഞാൻ വായിച്ചു, നല്ലപോലെ വായിക്കുകയും ചെയ്തു. ചേച്ചി അത് കേട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ള ആഗ്രഹത്തോട് വരികയും ഞാനുമായിട്ട് ഇവിടെ വരികയും ചെയ്തു. പക്ഷേ ചേച്ചി ഉടമ്പടി എടുക്കാൻ പോകാനായിട്ട് വന്നത് ഒരുങ്ങിയായിരുന്നു ഞാൻ. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പോടല്ല വന്നത്. അതുകൊണ്ട് ഞാൻ ചേച്ചി എന്നെ ആവുന്നതും ഉടമ്പടി എടുക്കുന്ന ഇവിടം വരെ വന്നേയല്ലേ എടുക്കുന്ന എന്നെ നിർബന്ധിക്കുകയും, പക്ഷേ ഞാനത് വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ ഈ ആൾത്താരയിലിരുന്ന് യേശുവെയും മാതാവിനെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചേച്ചി ഉടമ്പടി എടുക്കാൻ മുകളിൽ പോവുകയും ചെയ്തു. പക്ഷേ ചേച്ചി എന്നെ ആവുന്ന നിർബന്ധിച്ചിട്ട് ഞാനതെടുത്തില്ല. ഞാനിവിടെ കണ്ണടച്ചിട്ടുണ്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എൻ്റെ അരികിൽ വരികയും ഒരു കൊട്ടം പച്ച മുല്ലപ്പൂ എൻ്റെ 4 ചുറ്റും കൊണ്ടുവന്ന് മണം എൻ്റെ 4 ചുറ്റും മണം വരികയും, പക്ഷേ ഞാൻ അവിടെ നിന്ന് എല്ലായിടവും നോക്കിയപ്പോൾ ആരുടെയും തലയിലോ എങ്ങും ഒരു മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടില്ല, അവിടെ കണ്ടതുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ചേച്ചി നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞാൻ ഉടമ്പടി എടുത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ ഇരുന്ന് വിഷമിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അതാരോടും പറഞ്ഞില്ല. വീട്ടിൽ ചെന്ന് അടുത്ത മാസം ഞാൻ വന്ന് അമ്മയുടെ മുമ്പിൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാമേന്ന് ഞാൻ നേരുകയും അടുത്ത മാസം ഞാൻ അതേ സമയം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ജനുവരിയിലാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോവുകയും എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് വന്ന് ചേച്ചി നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിന് എനിക്ക് ഭയങ്കര വിഷമമായി. അത് ഞാൻ ചേച്ചിയോടും വീട്ടിലെല്ലാവരോടും പറയുകയും ചെയ്തു. പിന്നെ എനിക്ക് 20 വർഷം കൊണ്ടുള്ള എൻ്റെ വെരിക്കോസ് രോഗമായിരുന്നു. അത് ഞാൻ പല ആശുപത്രികളിൽ കാണിക്കുകയും ആയുർവേദത്തിൽ കാണിക്കുകയും എല്ലാം ചെയ്തിട്ടും എൻ്റെ വെരിക്കോസിൻ്റെ ശരീരം മൊത്തം വേദനയും വെരിക്കോസിൻ്റെ ഓരോ നരമ്പുകൾക്ക് വേദനയുമായിരുന്നു. അതൊരിക്കലും വിട്ടുമാറുന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്തേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വെരിക്കോസിൻ്റെ അസുഖവും എൻ്റെ ശരീരത്തിൻ്റെ വേദനയും എനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ തൈലവും തേക്കുകയും ഉപ്പിട്ട് വെള്ളം കൊള്ളുകയും ദേഹത്ത് പിടിക്കുകയും ചെയ്തു. എൻ്റെ വെരിക്കോസിൻ്റെ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് നിശേഷം മാറുകയും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു അസുഖയില്ല. പക്ഷേ ഏത് ജോലിയും ഞാൻ എന്ത് ജോലി പറഞ്ഞാലും എനിക്കുണ്ടാവുന്ന എന്ത് ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ 10 വർഷം കൊണ്ട് ഞാൻ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഡെയിലി വേജസായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഡെയിലി വേജസ് എന്ന് വെച്ചാൽ 5 ദിവസം അങ്ങാണേ കാണൂ. എനിക്ക് 2 പെൺമക്കളാണ്. ഭർത്താവ് സെക്യൂരിറ്റി ആയിട്ട് പ്രൈവറ്റ് ആശുപത്രി പോവുകയാണ്.
ദാരിദ്ര്യവും നിവർത്തികേടും കൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. പക്ഷേ ഈ 5 ജോലി കൊണ്ട് എന്നും നേടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വെച്ച്, മാതാവേ എനിക്ക് ഈ ജോലി എങ്ങനെങ്കിലും ശരിയാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ 38 പേരുള്ളതിൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മയുടെ കൃപയാലാണ് ഞങ്ങളൊരു 12 പേരിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റിയതും എനിക്ക് ആ ജോലി ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ ജോലി കിട്ടിയത്. എൻ്റെ അമ്മയുടെ എൻ്റെ പ്രാർത്ഥന, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ള ഒന്നാമത്തെ എല്ലാ തെളിവും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറക്കത്തിലായാലും ഊണിലായാലും എവിടെ പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇടതും വലതും മുന്നിലും പിന്നിലുമായി ഉണ്ടാകുന്ന എനിക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് 3ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഭയങ്കരമായ ഒരു അപകടത്തിൽ നിന്ന് എൻ്റെ അമ്മ സന്ധ്യാനേരത്ത് രക്ഷപ്പെടുത്തി. കാരണം എൻ്റെ ഭർത്താവ് സൈക്കിളിലാണ് ജോലിക്ക് പോകുന്നത്. പോയിട്ട് വരുന്ന വഴിക്ക് ഒരു വയസ്സെന്നൊരച്ഛനാ കുറുക്ക് ചാടി. പക്ഷേ ആ അച്ഛൻ അങ്ങ് ഓടിപ്പോവുകയും എൻ്റെ ചേട്ടൻ ഒരു ടിപ്പർ ലോറിയുടെ അടിയിൽ പെടുകയും ഫ്രണ്ടിലത്തെ വീലിൻ്റെ അടുത്ത് തലയും എല്ലാമായിട്ട് കിടക്കുമ്പോൾ അവിടെ നിന്നവരെല്ലാം ദൈവമേ എന്ന് വിളിച്ച് കയറി ഇറങ്ങുന്ന രംഗമായിരുന്നു അത്. പേടിച്ച് അലറിക്കരയുകയും ഓടിക്കൂടിയവരെല്ലാം അന്തം വിട്ടു പോയി. എൻ്റെ ചേട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മ മാതാവ് അതിൽ നിന്നും എന്നെ ചേട്ടനെ രക്ഷപ്പെടുത്തി. കാരണം ആ സന്ധ്യാനേരത്ത് ഞാൻ ആ വീട്ടിലിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെല്ലുകയും ഒരു പോറൽ, ടയറിൻ്റെ അടിയിൽ തല കിടക്കുകയാണ്, ഒരു പോറൽ പോലും ഏൽക്കാതെ കൂടിയവരെല്ലാവരും എൻ്റെ ചേട്ടനെ അവിടെ നിന്ന് വലിച്ച് നീക്കിയാണ് എടുത്തത്. സൈക്കിൾ മൊത്തം പഞ്ചറായി. പക്ഷേ എൻ്റെ ചേട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിച്ചതിനും അമ്മയ്ക്കും തിരുമാരനും 1000 നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. പിന്നെ എൻ്റെ 2 വർഷം കൊണ്ട് ഞാനൊരു വസ്തു മേടിക്കാനായിട്ട് ആഗ്രഹിച്ചു. കയ്യിൽ കാശില്ല, എല്ലായിടവും പോയി നോക്കും. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഞാൻ അമ്മയുടെ ഉപ്പ് കൊണ്ടിട്ട്, കണ്ട വസ്തുവിനകത്ത് ഞാൻ ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് കൊണ്ടിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ആ സ്ഥലം എനിക്ക് മേടിക്കാൻ പറ്റി. മേടിച്ച് എല്ലാം ഭംഗിയായിട്ട് ഇപ്പോൾ അതിനകത്ത് കിണറും കുഴിക്കാൻ പറ്റി. സാമ്പത്തികമായിട്ട് പൈസ ഒന്നുമില്ലായിരുന്നു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് സാധിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ, നമ്മൾ കാരുണ്യ പത്രം മേടിക്കും. ഇവിടുന്ന് വരുന്ന പത്രങ്ങൾ ഞാൻ ഓരോന്നും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ എൻ്റെ പത്രങ്ങൾ എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യുന്നത്. ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞ് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. കാരണം ഓരോ പത്രം ചിലർ കൊടുക്കുമ്പം വേണ്ട എന്ന് പറയും. ഞാൻ പറയും ഇത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്, എൻ്റെ ശരീരസുഖവും എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ട കാര്യവും എല്ലാം ഞാൻ പറഞ്ഞ് ഓരോരുത്തരടുത്തും ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ ആശുപത്രിയിൽ വയ്യാതിരിക്കുന്നവർക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരമെങ്കിലും മേടിച്ച് കൊടുക്കുകയും പിന്നെ അതുപോലാതെ ക്യാൻസർ രോഗിക്കും കിഡ്നി രോഗിക്കും വീട്ടിൽ ചെന്ന് കണ്ട് എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ പൈസയായിട്ടും എല്ലാം സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയാലും ഞാൻ ഒന്നും വെറുതെ വിടാറില്ല. എന്തെങ്കിലും ഒന്ന് ഞാൻ എടുത്ത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. പിന്നെ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കും. പിന്നെ ജപമാല ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. ബൈബിള് അരമണിക്കൂർ വായിക്കും. ചില ദിവസങ്ങളിൽ ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അത് ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം അതിൻ്റേതും കൂടെ തികച്ച് ഞാനത് മാറ്റിയെടുത്ത് ഞാൻ വായിക്കാറുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. ഇത്രയൊക്കെ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ എൻ്റെ പേര് ജിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുഴൂര് മേരി ഇമ്മാക്കുലേറ്റ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-യിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നതിനെ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ കൃപാസനത്തെക്കുറിച്ചിട്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുന്നത് ഇന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി മുന്നേ എടുത്തിരുന്നു.
പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ചൊരു ജോലി ലഭിച്ചൊരു സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2022 മെയ്യിലാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ UK പോകുന്നത്. അവിടെ ചെന്ന് MSc ബയോമെഡിക്കൽ സയൻസാണ് ഞാൻ പഠിച്ചത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ 2 വർഷത്തെ PSW എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് വേണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ടായിരുന്നു. HCPC എന്ന് പറഞ്ഞിട്ടുള്ളൊരു രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ എടുത്ത് എനിക്ക് ആ സമയത്ത് ഒരു റിസർച്ച് ലാബിൽ ജോലി കിട്ടിയിരുന്നു. പക്ഷെ അതൊരു ടെമ്പററി ജോബായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും വെച്ച് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. NHSലാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് ജോലി. എനിക്കൊരു 8-9 ഇൻ്റർവ്യൂസൊക്കെ വന്നു. പക്ഷേ എനിക്കൊന്നിലും സെലക്ഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിലൊരു സാക്ഷ്യം കേൾക്കാനിടയായി. യൂട്യൂബിലെ സാക്ഷ്യം ഒരു UK തന്നെയുള്ളൊരു ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രാർത്ഥന കൂടുതൽ, അതായത് ജപമാല ഒക്കെ ആ സമയത്ത് കുറവായിരുന്നു ചെല്ലുന്നത്. അതൊക്കെ കൂടുതൽ ചെല്ലാൻ തുടങ്ങി. സാക്ഷ്യം കേട്ടുകൊണ്ട് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്കൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ പോസ്റ്റ് കണ്ടു. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കതിന് ഇൻ്റർവ്യൂ കിട്ടി. എനിക്കൊരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇൻ്റർവ്യൂവിന് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ഫുള്ള് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. സാധാരണ പോകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് റിവൈൻഡ് ചെയ്യുക ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, എന്നോട് എൻ്റെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, വേറെ ഒന്നും ചോദിക്കരുത്. അവിടെ ചെന്നു അത്ഭുതം എന്നോട് ഞാൻ എന്ത് ചോദിക്കാൻ പറഞ്ഞു അത് മാത്രം ചോദിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. അവിടെ ഞാൻ ജോലിക്ക് കയറി. സ്പോൺസർഷിപ്പ് അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു 3 മാസം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് മാതാവ് വഴി ജോലി കിട്ടി. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം. ഹസ്ബൻഡിന് വിശ്വാസമൊക്കെ കുറവായിരുന്നു, എന്നാലും എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അതുപോലെ തന്നെ തിരിച്ചു പോയി. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന് ചൂട് ഒട്ടും പറ്റണില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. ഞാൻ അവിടെ ചെന്നു. ഞാൻ ലീവ് ചെന്ന് കഴിഞ്ഞപ്പോൾ മാനേജറുടെ അടുത്ത് എൻ്റെ വിസയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് മാനേജർ പറഞ്ഞു, HR പറഞ്ഞത് ആ സമയത്ത് UK വിസ റൂൾസ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. സാലറി ത്രഷോൾഡൊക്കെ ഒത്തിരി കൂട്ടിയേക്കുമായിരുന്നു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സ്പോൺസർഷിപ്പ് തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്നതിനും ഒരു 10,000 pounds എക്സ്ട്രാ അവർ പേ ചെയ്യണം. അതിനവർ വില്ലിങ് അല്ല. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വിസ ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞ് എനിക്ക് പോവാം അങ്ങനെ പറഞ്ഞു. ഞാനപ്പോൾ കംപ്ലീറ്റ് തകർന്നു പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എനിക്കിനി 5 മാസം കൂടിയാണ് എനിക്കിനി ഉള്ളൂ. അതിനുള്ളിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എനിക്ക് മാതാവ് തന്ന ആ അനുഗ്രഹത്തിനെ കൂടുതൽ പേരിലേക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ജീവിതം ആത്മീയമായിട്ട് കൂടുതൽ നന്നാക്കുന്നതിന് പകരം ഞാൻ ചെയ്തെന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചു. കൂടുതൽ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് എൻ്റെ ഒരു മെറിറ്റിൽ എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, വേണ്ടാത്ത പണി വാങ്ങിച്ചു വയ്ക്കരുത്. പക്ഷേ ഞാൻ എന്നിട്ട് എനിക്ക് ആ സമയത്ത് വചനങ്ങളിൽ കിട്ടുന്നത് മൊത്തം കൃപാസനത്തെക്കുറിച്ചിട്ടും ഉടമ്പടിയെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ എടുക്കാൻ നോക്കി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് എന്തോ ഓൺലൈൻ ഇഷ്യൂ കാരണം കൊണ്ട് പറ്റിയില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായി. പ്രാർത്ഥനാ ജീവിതം ഒന്ന് ട്രാക്കിലായതാണ്, പിന്നെയും താളം തെറ്റി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് കുമ്പസാരിച്ച് ഞായറാഴ്ച ഒരു ദിവസം ഏപ്രിൽ 4 ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഒരുങ്ങി വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടുമല്ലോ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ശ്വാസം അതായത് എനിക്കൊരു ഭയങ്കര റിലീഫായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികളായിട്ട് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അഗതി മന്ദിരത്തിലും വൃദ്ധസദനത്തിലൊക്കെ പൈസ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ
കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ച് തീർക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചു. അതായത് പലവിധ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു, സന്ധ്യപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന എല്ലാം ചെയ്തു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ കണ്ട് സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് എന്തായാലും ഒരു സ്ട്രോങ് എവിഡൻസ് വേണം, ഞാൻ മാധവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലൊരു അഡ്വർടൈസ്മെൻറ്റ്, എൻ്റെ പ്രൊഫഷൻ തന്നെ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ പക്ഷേ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും നിരാശയായി. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ വിത്തിൻ 2 days ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ബയോകെമിസ്ട്രിക്ക് ഒരു വേക്കൻസി ഓപ്പണായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് മാതാവ് എന്നോട് പറഞ്ഞു, ഇത് നിനക്കുള്ള ജോലിയാണ്. ഞാൻ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, കാരണം എനിക്കൊരു തെളിവ് വേണമല്ലോ, ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പോവാണ്, എനിക്ക് ജോലിക്ക് എന്തായാലും ഇൻ്റർവ്യൂ കോൾ വരും, നോക്കി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അതൊരു ഐലൻഡായിരുന്നു, UK തന്നെയുള്ള ഒരു ഐലൻഡായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റാഫിന് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു സിക്ക് അടിക്കാം, സിക്ക് എടുത്തിട്ട് നോണ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല, ഞാൻ ഉടമ്പടിയിലാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് തരാനിരിക്കുന്ന അനുഗ്രഹം കൂടി എനിക്ക് തരില്ല. അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് പോയി സംസാരിച്ചു. മാനേജർ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ നീ റിലീവ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓൺലൈനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കൃപാസനത്തിലെ പത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ പത്രം എൻ്റെ സൈഡിൽ നിവർത്തി വെച്ച് മാതാവിനെ പിടിച്ച് ഇരുന്നത്, ഉപ്പെടുത്ത് അവിടെ വിതറി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മളിപ്പോൾ എന്താ ഈ ഒരു പർട്ടിക്കുലർ ജോബ് എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ, ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ, സ്ഥലം എടുക്കാൻ റീസൺ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണിത്, ഒരു മരിയൻ ഭക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കിവിടെ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കുന്നു, ഞാനത് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ട്യൂസ്ഡേ എനിക്ക് അവർ ഔട്ട്കം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണക്കമാസം മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് 30 മുൻപ് തന്നെ എനിക്കൊരു ഡിസിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയ് 24 അവരെന്നെ ഫോൺ ചെയ്യുന്നത്. അവർ ഔട്ട്കം പറയുമെന്ന് പറഞ്ഞ ആ ദിവസം മൊത്തം ഞാൻ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങണേക്ക് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എവിടെ വെച്ചാണോ എന്നെ അവർ വിളിച്ച് പറയണേ അവിടെ നിന്ന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടുകുത്തിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ വിളിച്ചു. എനിക്ക് ആ ഒരു ജോലിക്ക് സെലക്ഷൻ കിട്ടി. എനിക്ക് അവർ സ്പോൺസർഷിപ്പ് തന്നു. ഇപ്പം ഞാൻ അവിടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാനൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റായിട്ട് ഞാൻ വിചാരിച്ച ഒരു സെക്ഷനിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുവാണ്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിനെ കുറിച്ചിട്ടാണ്. എൻ്റെ മോളുടെ പേര് കാതറിൻ. അവൾ നാട്ടിലാണ്, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര വാശിയും പിന്നെന്താ പറയുക, ഞങ്ങൾ കൂടെ ഇല്ലാത്ത കാരണം കൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ ഒത്തിരി മടിയായിരുന്നു. സ്കൂളിൽ പോയാൽ തന്നെയും ക്ലാസ്സിൽ പറയുന്നത് ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരോട് പറയുന്നത് ഇവൾ കേൾക്കില്ല. ടീച്ചറൊക്കെ പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും ഇവൾ എൽ കെ ജി ആയിരുന്നു, LKG തന്നെ ഇരുത്തിയാൽ മതി, കാരണം അക്ഷരങ്ങളൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഒരുപാട് ദിവസം സിക്കായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അത് കാരണം കൊണ്ട് അവൾക്കൊന്നും അറിയത്തില്ല. ബാക്കിയുള്ള പിള്ളേരെ പോലെ അല്ല അവൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വർഷം ഞങ്ങൾ സ്കൂൾ അവളുടെ മാറ്റി
ഞാൻ ഉടമ്പടിയിൽ വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ അവൾക്കും അവളുടെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം ഇപ്പോൾ അവൾക്ക് സ്കൂളില്ലാത്ത ദിവസം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക്, അതുപോലെ തന്നെ ഒരു സ്കോളർഷിപ്പ്, ടാലൻറ്റ് ഒരു സ്കോളർഷിപ്പിൽ ഡിസ്ട്രിക്ട് ലെവലിൽ A+ ഗ്രേഡ് കിട്ടി. പിന്നെ കളർ കോമ്പറ്റീഷൻ ദീപികയുടെ സ്കൂൾ വിന്നറായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവും ഈശോയും കൂടി ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ 1000 നന്ദി പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷിയോടെ സമർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനം എനിക്ക് എല്ലാ ട്യൂസ്ഡേയും തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും സമയമെടുത്ത് കണ്ടിട്ട് അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൺലൈനിൽ ഞാൻ ഒരു ഒക്ടോബറിൽ മാത്രമാണ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ അവിടുത്തെ കൊളീഗ്സിനോട് അയച്ചു കൊടുത്ത് അവരോട് ഞാൻ ഇവിടുത്തെ കൃപാസനത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന്.